അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ഇറാനി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുൻപ് ഇക്ക ബാച്ചിലറായിട്ട് താമസിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഇറാനികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫുഡായിരുന്നത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ബേക്ക്ഡ് ബീൻസ് വിത്ത് ടൊമാറ്റോ സോസിൻ്റെ ടിന്നും അതുപോലെ തന്നെ ടൂണ ഫിഷിൻ്റെ ടിന്നുമാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 വലിയ ഉള്ളിയും 1 തക്കാളിയാണ് ആവശ്യമുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. ഇനി ഇതാ സ്റ്റൗ ടോപ്പിൽ പോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ സവാള നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്തിട്ട് നല്ലൊന്ന് സെറ്റായിട്ട് വരണം. അതവിടെ ഒരു സൈഡിൽ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഈ ടൂണ ഫിഷിൻ്റെ ടിന്നൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൽ കണ്ടില്ലേ ഇതുപോലെ ഓയിൽ ഉണ്ടായിരിക്കും. ഇത് ചിലപ്പോൾ സൺഫ്ലവർ ഓയിലായിരിക്കും, അല്ലെങ്കിൽ ഒലിവ് ഓയിലായിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ കൊടുക്കണ തന്നെ നമ്മുടെ മസാലയ്ക്ക് ഇത് മിക്സ് ചെയ്യുക. ഒരുപാട് ഓയിലി ആയിട്ടുള്ള മസാല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഈ ഒരു ഓയിൽ ഒഴിവാക്കിയിട്ട് ഇതിൽ ഫിഷ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇത് സവാളയും ടൊമാറ്റോ ഒക്കെ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പൊടികളും കൂടി ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ പച്ചമുളക് യൂസ് ചെയ്യാത്തത് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് അവർക്കത് ഇടയിൽ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കുരുമുളക് പൊടി മാത്രമായിട്ട് ആഡ് ചെയ്തത്. ഇനി ഈ പൊടികളൊക്കെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ടൂണ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ ഒരു സൈഡിൽ റെഡി ആകുമ്പോഴേക്ക് ഇതാ ബേക്ക്ഡ് ബീൻസിൻ്റെ ടിന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ മസാല ഇതാ നല്ല തിക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ബേക്ക്ഡ് ബീൻസ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ഇറാനിയൻ ഫുഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് 15 മിനിറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുബൂസിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞങ്ങളിതാ അവർ കഴിക്കുന്ന പോലെ തന്നെ കുബൂസിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചത്. ഇന്നത്തെ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.